ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇത് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാടും കൂടെ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ അതിനെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 3 ചെറുപാടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഈ ഒരു കയ്യിലിന് ഒരു കയ്യിൽ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചതിന് ശേഷം ഇതിലോട്ട് ഈ ഒരു ബൗളിലോട്ടാണ് ഞാനിതിനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബറാത്ത് രാവാണല്ലോ. അപ്പോൾ ബറാത്ത് രാവ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റ് ആയതാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഉദ്ദേശിച്ച പോലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബറാത്ത് രാവിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരുതിയിട്ടുള്ള സ്പെഷ്യലാണ് കേട്ടോ നെയ്യപ്പം. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പാകത്തിൽ സോഡാപ്പൊടി, അതുപോലെ ഇതിപ്പോൾ ഒരു 7-8 വെള്ളം എടുത്തിട്ടുണ്ടാവും. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ആ വെള്ളത്തിലുള്ള ചളി പൊടിയ മണ്ണൊക്കെ നമ്മൾ ഇതിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ വെള്ളത്തിന് നമ്മുടെ ഈ മാവിലോട്ടൊന്നും ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബറാത്ത് രാവിന് നമ്മൾ മധുരമായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ കരുതിയത്. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒന്നും കൂടി. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഏകദേശം ഒരു 10-25 മിനിറ്റോളം വെക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതാക്കാനില്ല, ഈ ഒരു കയ്യിലിന് ഒരു കയ്യിൽ കറക്റ്റ് ഒരു കയ്യിൽ നമ്മൾ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു കയ്യിൽ വേണം. കൂടി പോകാനും പാടില്ല, അതുപോലെ കുറഞ്ഞു വരാനും പാടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലും കൂടി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴുള്ളൂ നമ്മുടെ കറക്റ്റ് ആ ഒരു നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ പകുതി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കണം കേട്ടോ, മേലോട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ നെയ്യപ്പം ഒന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ 2 ഭാഗം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതിൻ്റെ എണ്ണ നന്നായി പോയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സാധാ എന്തെങ്കിലുമൊക്കെ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിലത്തെ എണ്ണയൊക്കെ നമ്മൾ അതിലിങ്ങനെ പേപ്പറിൽ തന്നെ കടന്ന് ഇതായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതും ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള എല്ലാ നെയ്യപ്പങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാതൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പെട്ടെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.